ഹലോ, ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ചെറുപയറൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം വെന്ത് പോവാതെ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കിയെടുക്കാൻ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. അതുപോലെ ഇതിൽ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി വെള്ളം അധികമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര പാനിയാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും, അതായത് ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമയമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ മാവ് അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇത്തിരി കട്ടിക്ക് വേണം റെഡിയാക്കിയെടുക്കാൻ. ഏകദേശം ഈ ഒരു പാകത്തിന് റെഡിയാക്കിയെടുക്കുക. ഇനി നമ്മുടെ പയറിപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് കയ്യിലെടുത്തിട്ട് ആവശ്യമുള്ള വലുപ്പത്തിന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പം അത്യാവശ്യം വലുപ്പത്തിനാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറുതാക്കിയെടുത്താലും മതിയാകും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനിതാ ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതുപോലെ മാവിലേക്ക് മുക്കിയിട്ട് മാവ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സൂക്ഷിച്ച് ഇട്ട് കൊടുക്കണം. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ബോൾസും നമുക്കിതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വശം ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ.